നാളിൽ രക്ഷകനാം യേശുനാഥനണഞ്ഞല്ലോ. അന്നാളിൽ അനുഗ്രഹമായി ആശിഷമാരി പൊഴിഞ്ഞല്ലോ. ഒരു നാളിൽ രക്ഷകനാം യേശുനാഥനണഞ്ഞല്ലോ. അന്നാളിൽ അനുഗ്രഹമായി ആശിഷമാരി പൊഴിഞ്ഞല്ലോ. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. ആൻഡ് ഹീ സെഡ് ടു ഹെർ, ഡോട്ടർ, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ. ഗോ ഇൻ പീസ് ആൻഡ് ബി ഹീൽഡ് ഓഫ് യുവർ അഫ്ലിക്ഷൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 34-ാം വാക്യമാണ് വായിച്ചത്. രക്തസ്രാവ സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കുവാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? എന്നാൽ പലപ്പോഴും മനുഷ്യർക്ക് അത് സാധ്യമല്ലാതാകുന്നു. ശരീരത്തിൻ്റെ രോഗാവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കടഭാരം, സമാധാനമില്ലാത്ത കുടുംബജീവിതം, അനുസരണം കെട്ട മക്കൾ, പ്രവർത്തന മേഖലകളിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവയെല്ലാം ഒരു ബാധ പോലെ നമ്മെ പിന്തുടരുകയാണ്. നിരന്തരമായി നമ്മെ വേദനിപ്പിക്കുകയും ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ശാരീരിക, മാനസിക, വൈകാരിക അവസ്ഥകളെയല്ലേ നമുക്ക് ബാധ എന്ന് വിശേഷിപ്പിക്കാവുന്നത്. ഇവിടെ ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ എന്നാണ്. ചികിത്സിച്ച് അവൾ ഒരുപക്ഷെ വളരെ ദരിദ്രയായി തീർന്നിരിക്കാം. അതുമാത്രമോ, അവളുടെ ഈ അസുഖം കാരണം അവളെ അശുദ്ധയായി കണക്കാക്കി അങ്ങനെ അവൾ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കാം നയിക്കുന്നത്. യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം അവൾ കേട്ടു. രോഗികളെ സൗഖ്യമാക്കുമെന്നും അശുദ്ധരായ കുഷ്ഠരോഗികളെ പോലും തൊട്ട് സൗഖ്യമാക്കിയതും അവൾ അറിഞ്ഞു. അപ്പോൾ അശുദ്ധമായ എന്നെ ശുദ്ധമാക്കുവാനും എൻ്റെ രോഗം സൗഖ്യമാക്കുവാനും കർത്താവിന് കഴിയുമെന്നുമുള്ള ഏറിയ വിശ്വാസം അവളുടെ ഹൃദയത്തിലുണ്ടായി. അവളെ യേശു തൊടുവാൻ അവൾ ആഗ്രഹിച്ചില്ല. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ താൻ രക്ഷപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചു. ഒരുപക്ഷെ ഏറിയ നാളുകളായി അവൾ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കാം. പുരുഷാരത്തോടൊപ്പം യേശു വരുന്നതായി അവൾ മനസ്സിലാക്കി. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. എന്തൊരു ധൈര്യം! യേശു പോലും അറിയാതെ അവളുടെ വിശ്വാസത്തിൻ്റെ തീവ്രത കൊണ്ട് യേശുവിൽ നിന്നുള്ള ശക്തി അവളുടെ മേൽ ആവഹിക്കപ്പെട്ടു. ക്ഷണത്തിൽ ബാധ മാറി താൻ സ്വസ്ഥതയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ബാധ എങ്ങനെയാണ് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? അവൾ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ഒരുപക്ഷെ സമൂഹം പറഞ്ഞേക്കാം. എന്നാൽ അവൾ ഒരു തീരുമാനമെടുത്തു. എവിടുന്നെല്ലാം ഏത് പ്രതികരണം വന്നാലും ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടും. എന്നെ തൊട്ടത് ആര് എന്ന് യേശു ചോദിക്കുമ്പോൾ ആ സ്ത്രീ ധൈര്യം സംഭരിച്ചു. ഭയത്തോടും വിറയലോടും കൂടി യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും പറഞ്ഞു. യേശുവിൻ്റെ പ്രതികരണമൊന്ന് ശ്രദ്ധിച്ചാലും അവളെ മകളെ എന്നാണ് കർത്താവ് അഭിസംബോധന ചെയ്യുന്നത്. മറ്റാരെയെങ്കിലും മകളെ എന്നുള്ള വിളി യേശു വിളിച്ചതായി സുവിശേഷത്തിലെങ്ങും കാണുന്നില്ല. യേശുവിന്മേൽ അവൾ അർപ്പിച്ച വിശ്വാസത്തിന് അവളുടെ രോഗസൗഖ്യം മാത്രമല്ല, നീ സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുവാനുള്ള ആഹ്വാനമാണ് കൊടുത്തത്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ബാധകളാൽ ഈ സ്ത്രീയെപ്പോലെ ദുരിതമനുഭവിച്ച് ജീവിക്കുകയാണെങ്കിൽ വിശ്വാസത്തോടെ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് തൊടാം. നിങ്ങളോടും കർത്താവ് പറയും, മകനെ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്ക എന്ന് പറയും. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓളങ്ങളിൽ തീരം തേടി അലഞ്ഞിടുമ്പോൾ
അന്നാളിൽ രക്ഷകനാം യേശുനാഥനണഞ്ഞല്ലോ, അന്നാളിൽ അനുഗ്രഹമായി ആശിഷമാരി പൊഴിഞ്ഞല്ലോ.